Welcome to the video on fluid mechanics and hydraulics. Hydraulic jump in the continuation video ആണ്. So far we have seen what is hydraulic jump and sequent depth ratio. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി ലോസ്, സ്പെസിഫിക് ഫോഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താണ് ഹൈഡ്രോളിക് ജംപ് എന്ന് കണ്ടു. Whenever a supercritical flow meets a subcritical flow, then a jump occurs, a roller type jump occurs, which is known as the hydraulic jump. അപ്പം നമുക്ക് അവിടെ initial jump, before the jump, what is the height of water? We represent it by y1, and after the jump we represent it y2. അതിന് രണ്ടിനും നമ്മൾ എന്താ പറയാണ്? Sequent depth. അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു ടേമും കൂടി പറയും conjugate depth. Conjugate depth, secant depth or conjugate depth y1, y2. അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടു. ഇനി initially before the jump, whatever the energy is, there we represent it by this total energy line, dark line, and after the jump the energy line will be this. So the difference between these two lines will represent the energy loss. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ എനർജി ലോസിനേക്കാണ്. അപ്പം ഓൾറെഡി നമ്മൾ സീക്വന്റ് ഡെപ്ത് റേഷ്യോ ഡിറൈവ് ചെയ്തു. നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് അവിടെ യൂസ് ചെയ്തത്. ഒന്നാമത്തെ കണ്ടീഷൻ ഏതായിരുന്നു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ യൂസ് ചെയ്ത് V1ഉം V2ൻ്റെയും ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് ഡിസ്ചാർജ് നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ എടുത്ത് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇക്വേഷൻ y1 y2 ഇൻറ്റു y1 പ്ലസ് y2 ഈസ് ഈക്വൽ ടു 2yc³ എന്ന് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫൈനൽ ഇക്വേഷൻ സീക്വന്റ് ഡെപ്ത് റേഷ്യോ y2 by y1 is equal to 1/2 into minus 1 plus root of 1 plus 8 f1 square ചെയ്തു. അപ്പോൾ ഇത്രയും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എനർജി ലോസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ എനർജി ലോസിന്റെ ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും സെൻട്രലുള്ള ഗ്രാഫാണ് ഒരു ടിപ്പിക്കൽ ഹൈഡ്രോളിക് ജമ്പിന്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ ജമ്പിന്റെ ഗ്രാഫിൽ നിങ്ങൾക്ക് ദ ഇനീഷ്യൽ ഡെപ്ത് y1 കാണാം, റെപ്രസെന്റഡ് ഓവർ ഹിയർ. ഫൈനൽ ഡെപ്ത് y2 കാണാം അല്ലേ? അപ്പം അതിൻ്റെ ഇടയിലുള്ള ഈ റോളർ ഫോർമേഷനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ലെങ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയും. ഇനി അതിന് കറസ്പോണ്ടിങ്ങിൽ ഈ വിത്ത് റെസ്പെക്ട് ടു ഈ y1 ആൻഡ് y2, വിത്ത് റെസ്പെക്ട് ടു ഈ y1 ആൻഡ് y2, അതായത് സീക്വന്റ് ഡെപ്തിനെ ബേസ് ചെയ്ത് നമ്മൾ സ്പെസിഫിക് എനർജി കേർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. സ്പെസിഫിക് എനർജി കേർവ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഫിഗർ. അപ്പം y1 നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് പ്രൊജക്ട് ഇറ്റ് ഓവർ ഹിയർ, ദിസ് ഈസ് ദി E1 എനർജി. E1 ഇതാണ് E1 എന്നുള്ള എനർജി. അതുപോലെ y2ന് കറസ്പോണ്ടിങ്ങിൽ പ്രൊജക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് E2. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും E1 ആൻഡ് E2 ഈസ് നോട്ട് സെയിം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് E2 മൈനസ് E1 ആണ് എന്ത്? സ്പെസിഫിക് എനർജി ലോസ്. എനർജി ലോസ്. അപ്പം ഈ എനർജി ലോസ് ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. EL is equal to E2 minus E1. Difference between final energy and initial specific energy. Okay, അപ്പോൾ ഇത് സ്പെസിഫിക് എനർജി കേർവിൽ നമ്മൾ ഈ ഹൈഡ്രോളിക് ജമ്പിന്റെ ഇനീഷ്യൽ ഡെപ്തും ഫൈനൽ ഡെപ്തും സീക്വന്റ് ഡെപ്തും കൊടുത്ത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ രണ്ട് ഡിഫറൻസ് ഇൻ എനർജി ലെവലിലെ പോയിന്റ്സ് കിട്ടി. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? എനർജി ലോസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സെയിം സ്പെസിഫിക് എനർജി അല്ല, അതുകൊണ്ട് ഇത് എന്താണ്? ഈ രണ്ട് ഡെപ്തും എന്താണ്? ആൾട്ടർനേറ്റ് ഡെപ്ത് അല്ല. ഇനി നമുക്ക് ഈ എനർജി ലോസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇത് specific force diagram ആണ്. Okay, so let us go and now derive what is energy loss, EL. So we know that energy loss EL is equal to E2 minus E1. ഈ energy loss നെ EL എന്നല്ലാതെ delta E എന്നും represent ചെയ്യാറുണ്ട്. Okay, anyway, delta E ആയാലും EL ആയാലും this is equal to final specific energy minus initial specific energy. So let us substitute what is specific energy E1. E1 is equal to y1 plus v1 square by 2g and e2 is equal to y2 plus v2 square by 2g. ഇത് രണ്ടും എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y2 plus v2 square by 2g minus y1 minus v1 square by 2g. ഇനി ഇതിൽ സിമിലർ ടേംസ് വരെ ആദ്യം ഒന്നിച്ചെടുക്കാൻ പോവാണ്. സോ y2 minus y1 plus v2 square by 2g minus v1 square by 2g. ഇതിലേക്ക് വീണ്ടും
v2 square by 2gയിലും മൈനസ് v1 square by 2gയിലും നമ്മൾ എന്ത് ചെയ്യുന്നു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. we are going to take the help of continuity equation. what is continuity equation? q is equal to a1 v1. അതിൽ നിന്ന് നമുക്ക് v1 എന്തായിട്ട് എടുക്കാം? v1 is equal to q by a1 എടുക്കാം. or this is equal to q by b y1. what is q by b? that is unit discharge. so q by y1 ആയിട്ട് എടുക്കാം. v1 is equal to q by y1. അതുപോലെ v2 എന്തായിട്ട് എടുക്കാം? q by y2 ആയിട്ട് എടുക്കാം. അത് രണ്ടും എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ so this is equal to y2 minus y1 plus q square. v2 square will be equal to q by y2 whole square ആയിട്ട് വരും. അപ്പോൾ v2 square എടുക്കുന്നതുകൊണ്ട് നമ്മളിവിടെ q square by y2 whole square. so 2g into y2 square minus again q square by 2g into y1 whole square. so again rearranging this y2 minus y1 ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ q square പുറത്തേക്ക് എടുക്കും. q square by 2g. this is into 1 by y2 square minus 1 by y1 square. okay അപ്പം ഇനി ഇവിടെ what is q square by g or what is critical depth yc cube? yc cube എന്താണ്? yc cube നമുക്കറിയാം yc cube equal to q square by g ആണ് അല്ലേ? അപ്പോൾ ഈ q square by g ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? yc cube കൊടുക്കാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. so this is equal to y2 minus y1 plus yc cube divided by 2 into y1 square minus y2 square divided by y1 y2 whole square. okay ഇങ്ങനെ എടുത്തു. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ബെലാഞ്ചർ മൊമെന്റം ഇക്വേഷൻ അതായത് സീക്വന്റ് ഡെപ്ത് റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്ത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഇക്വേഷൻ ക്രിട്ടിക്കൽ ഡെപ്തിന്റെ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ ഇതായിരുന്നു. ഏതായിരുന്നു? y1 y2 into y1 plus y2 is equal to 2yc cube ആയിരുന്നു അല്ലേ? therefore what is yc cube? yc cube എന്തായിട്ട് എടുക്കാം? y1 y2 into y1 plus y2 divided by 2 ആയിട്ട് എന്ത് എടുക്കാം? yc cube ന് എടുക്കാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. so this is equal to y2 minus y1 plus yc cube ന് പകരം ഇത് കൊടുക്കണം. so y1 y2 into y1 plus y2 divided by 2 പിന്നെ ഒരു 2 ഉണ്ട്. so divided by 4 into y1 square minus y2 square divided by y1 y2 whole square. okay ഇതിൽ അപ്പോൾ സിമിലർ ടേംസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യുക. so y1 ഉം y2 ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയൊന്നും ക്യാൻസൽ ആവില്ലല്ലോ. ഇനി എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. so expanding this one, this will be equal to y2 minus y1 plus ഇതെന്ത് ചെയ്യും? y1 plus y2 into y1 square minus y2 square divided by 4y1 y2 ആണ്. ഇതിനെ ഒന്ന് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക. ഇനി കംപ്ലീറ്റ്ലി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. EL is equal to നമുക്ക് കിട്ടുന്നത് EL is equal to ഇതാണ്. so this one EL is equal to y2 minus y1 നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. so y2 minus y1 into 4y1 y2 plus y1 cube minus y1 y2 square plus y2 y1 square minus y2 cube whole divided by 4y1 y2. okay again ഈ ബ്രാക്കറ്റും കൂടി ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. so 4y1 y2 square minus 4y1 square y2 plus y1 cube minus y1 y2 square plus y2 y1 square minus y2 cube whole divided by 4y1 y2. okay ഇത് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ 4y1 y2 സ്ക്വയർ ഉണ്ട്, ഇവിടെയും y1 y2 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 3y1 y2 സ്ക്വയർ കിട്ടും. ഓക്കെ അതേപോലെ ഇവിടെ മൈനസ് y1 സ്ക്വയർ y2 ഉണ്ട്, ഇവിടെയും
പ്ലസ് y1 സ്ക്വയർ y2 ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? -3y1 സ്ക്വയർ y2 പ്ലസ് y1 ക്യൂബ് മൈനസ് y2 ക്യൂബ്. ബാക്കിയുള്ളത് എന്താ? y1 ക്യൂബ് മൈനസ് y2 ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 4y1 y2. ഇതിനെ നമുക്ക് എന്തായി റെപ്രസെന്റ് ചെയ്യാം? ദിസ് ഈസ് ഓഫ് ദ ഫോം a മൈനസ് b ഹോൾ ക്യൂബ് അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു y1 മൈനസ് y2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 4y1 y2. അപ്പം എനർജി ലോസിന്റെ ഇക്വേഷൻ EL ഈക്വൽ ടു ഓർ ഡെൽറ്റ E ഈസ് ഈക്വൽ ടു y1 minus y2 whole cube divided by 4y1 y2 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പോൾ എനർജി ലോസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഡെറിവേഷനും ഓർത്ത് വെക്കുക, ഈ ഇക്വേഷനും ഓർത്ത് വെക്കണം. സീക്വന്റ് ഇക്വേഷന്റെ കൂടെ തന്നെ എനർജി ലോസിന്റെ ഇക്വേഷനും ഓർത്ത് വെക്കണം. പ്രോബ്ലം ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലം ഈസി ആയി സോൾവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും ഓർത്ത് വെച്ചേ പറ്റൂ. സോ എനർജി ലോസ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഫൈനൽ എനർജി സ്പെസിഫിക് എനർജി E2 മൈനസ് E1 എടുത്തു. അതിൽ നമ്മൾ V1ഉം V2നും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ക്രിട്ടിക്കൽ ഡെപ്തിന്റെ ഇക്വേഷൻ ആദ്യം ഇൻപുട്ട് ചെയ്തു. ക്രിട്ടിക്കൽ ഡെപ്തിന് നമ്മൾ സീക്വന്റ് ഡെപ്തിന്റെ റേഷ്യോ ഡിറൈവ് ചെയ്യുമ്പോൾ എടുത്തിരുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് വീണ്ടും നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ A മൈനസ് B ഹോൾ ക്യൂബ് എന്നുള്ള ഫോമിലേക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഫൈനൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. y1 മൈനസ് y2 ഹോൾ ക്യൂബ് ഈക്വൽ ടു 4y1 y2. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ന്യൂമറിക്കൽസ് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെസിഫിക് ഫോഴ്സ് ആണ്. ഈ വീഡിയോയിൽ തന്നെ സ്പെസിഫിക് ഫോഴ്സും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് പെർ യൂണിറ്റ് വെയിറ്റ് ആക്ടിങ് അലോങ് എ ചാനൽ സെക്ഷൻ. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർക്കാനും ചെയ്യാനും എളുപ്പമുള്ള ഡെഫിനേഷനാണ് സ്പെസിഫിക് ഫോഴ്സ് ഇസ് ദ സം ഓഫ് പ്രഷർ ഫോഴ്സ് ആൻഡ് മൊമെന്റം ഫ്ലക്സ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് അറ്റ് എ സെക്ഷൻ. അപ്പം ഈ ഒരു ഡെഫിനേഷൻ ഓർത്ത് വെക്കുക. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇക്വേഷൻ സ്പെസിഫിക് ഫോഴ്സിന്റെ ഇക്വേഷനും നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഒന്ന് ഓർക്കുക, സ്പെസിഫിക് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് ഇൻ എ ഹൊറിസോണ്ടൽ ഫ്രിക്ഷണൽ ചാനൽ. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ജാമ്പിന്റെ കേസിൽ ഇത് ഇനീഷ്യൽ ഡെപ്ത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു, ഫൈനൽ ഡെപ്തും പ്രൊജക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് സ്പെസിഫിക് ഫോഴ്സ് വേഴ്സസ് ഡെപ്ത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഇനീഷ്യൽ ഡെപ്ത് ആൻഡ് ഫൈനൽ ഡെപ്ത് ലൈസ് ഓൺ എ സെയിം ലൈൻ, അല്ലെങ്കിൽ സെയിം സ്പെസിഫിക് ഫോഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ജാമ്പിന്റെ അകത്ത് നമുക്ക് സെയിം സ്പെസിഫിക് ഫോഴ്സ് ആണ് ഉണ്ടാവുക, ഡിഫറെന്റ് സ്പെസിഫിക് എനർജി ഉണ്ടാവുക, സെയിം സ്പെസിഫിക് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഹൈഡ്രോളിക് ജാമ്പ് സ്പെസിഫിക് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഹൈഡ്രോളിക് ജാമ്പ് സ്പെസിഫിക് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ഇനി എന്താണ് ഈ സ്പെസിഫിക് ഫോഴ്സ്? വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് സ്പെസിഫിക് ഫോഴ്സ് എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഇമ്പൾസ് മൊമെന്റം ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്നറിയാം. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണെന്ന് അറിയാം. അപ്പം നെറ്റ് ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സ് P1 മൈനസ് P2 is equal to rate of change of momentum. നമ്മൾ ഇതിൽ വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ അതേ ഫോർമുല തന്നെ വീണ്ടും ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുകയാണ്. We know that pressure force P is equal to intensity of pressure small p into area, or intensity of pressure is equal to rho g into y bar. What is y bar? Y bar is the distance to the centroid of wetted area into area. ആ ഇക്വേഷൻ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. So the equation becomes rho g into a1 y1 bar minus rho g into a2 y2 bar. Okay, this is equal to, ഇനി again നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനൊന്ന് മാറ്റി പഠിക്കുകയാണ്. So this will be equal to m into dv by dt, right? So m ന് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നു. ഏത് ഇക്വേഷൻ? ഡെൻസിറ്റി is equal to mass by volume. ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. So mass equal to density into volume. So density into volume into dv by dt. So volume by dt time is discharge. So density into discharge into dv.
ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി മാത്രമായി മാറും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ ഇൻറ്റു ക്യൂ ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് v2 മൈനസ് v1. ഓക്കെ, ഇനി ഇതിൽ നിന്ന് സിമിലർ ടേംസ് ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റോ ക്യാൻസൽ ചെയ്യും. ഈ കോമൺ ടേം ജി ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുവാണ്. അപ്പോൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ a1 y1 ബാർ മൈനസ് a2 y2 ബാർ ഈസ് ഈക്വൽ ടു q ബൈ ജി ഇൻറ്റു v2 നെ നമ്മൾ q ബൈ a2 എന്ന് കൊടുക്കുന്നു, റൈറ്റ്, മൈനസ് v1 നെ നമ്മൾ q ബൈ a1 ബിക്കോസ് q is equal to av ആണ്. ആ ഇക്വേഷൻ കൊടുക്കുന്നു. Again this will become q square by g into q square by g a2 minus q square by g a1 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരേപോലത്തെ ടേം ഞാൻ ഒരു ഡയറക്ഷനിലേക്ക് എടുക്കുന്നു. ഒരേപോലത്തെ ടേം അല്ല, അതായത് സെക്ഷൻ 1ന്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് എടുക്കുന്നു, സെക്ഷൻ 2ന്റെ പോയിന്റ്സ് ഒക്കെ മറ്റേ സൈഡിലേക്ക് എടുക്കുന്നു. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ബിക്കംസ് ലൈക്ക് ദിസ്: a1 y1 ബാർ പ്ലസ് q സ്ക്വയർ ബൈ ga1 ദിസ് ഈസ് ഈക്വൽ ടു a2 y2 ബാർ പ്ലസ് q സ്ക്വയർ ബൈ ga2. ഈ ഒരു പെർട്ടിക്കുലർ ടേമിനെയാണ്, അതായത് രണ്ട് സൈഡിലും സെയിം ടേംസ് തന്നെയാണ് വരുന്നത് അല്ലേ, ഈ ഒരു ടേമിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് a1 y1 ബാർ പ്ലസ് q സ്ക്വയർ ബൈ ga1. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്പെസിഫിക് ഫോഴ്സ്? ഇറ്റ് ഈസ് എ സം ഓഫ് പ്രഷർ ഫോഴ്സ് ആൻഡ് മൊമെന്റം ഫ്ലക്സ്. അപ്പോൾ പ്രഷർ ഫോഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന സിംപിളർ ഇക്വേഷൻ ആണ് എന്ത്? a1 y1 ബാർ. അതേപോലെ മൊമെന്റം ഫ്ലക്സ് എന്ന് കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത്? q സ്ക്വയർ ബൈ ga1. അല്ലെങ്കിൽ സ്പെസിഫിക് ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? a2 y2 ബാർ പ്ലസ് q സ്ക്വയർ ബൈ ga2 എന്ന് പറയും. ഓർ ഇൻ ജനറൽ വി ക്യാൻ സേ സ്പെസിഫിക് ഫോഴ്സ് is equal to a y bar plus q square by g a. ഇതാണ് general equation for a specific force. അപ്പോൾ ഒരിക്കൽ കൂടി specific force is the sum of pressure force and momentum flux per unit weight of the fluid at a section, or it is constant in a horizontal frictionless channel. അതായത് ഹൈഡ്രോളിക് ജമ്പിന്റെ കേസിൽ specific force constant ആയിരിക്കും before and after the jump, and that will be equal to a y bar plus q square by ga. Sum of pressure force and momentum flux. ഈ pressure force momentum flux എവിടുന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സം ഓഫ് പ്രഷർ ഫോഴ്സ് ആൻഡ് മൊമെന്റം ഫ്ലക്സ്. ഇനി നമുക്കപ്പോൾ ഓൾറെഡി ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്ന് കണ്ടു, സീക്വന്റ് ഡെപ്ത് റേഷ്യോ എന്താണെന്ന് കണ്ടു, എനർജി ലോസ് എന്താണെന്ന് കണ്ടു, സ്പെസിഫിക് ഫോഴ്സ് എന്താണെന്ന് കണ്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജമ്പ് എന്താണെന്നും അതിന്റെ തിയറിയും സീക്വന്റ് ഡെപ്ത് റേഷ്യോന്റെ ഡെറിവേഷനും എനർജി ലോസിന്റെ ഇക്വേഷനും ആണ്. സ്പെസിഫിക് ഫോഴ്സിന്റെ ക്വസ്റ്റ്യൻസ് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നത് കണ്ടിട്ടില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ് ബേസ്ഡ് ഓൺ ഫ്രൂട്ട്സ് നമ്പർ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.